സർ, ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പെൻറ്റഗണിലേക്ക് ഇന്ന് മസ്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് പദ്ധതി എന്നത് സംബന്ധിച്ച് മസ്കിന് വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ എന്താ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത്? ഇത് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എലൻ മസ്ക് ഇപ്പോൾ ട്രംപ് കഴിഞ്ഞാൽ അടുത്ത ആളാണ് രണ്ടാമൻ അമേരിക്കയിൽ. കാരണം നേരത്തെ DOGE, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോസ്റ്റ് എഫിഷ്യൻസി അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, അതിൻ്റെ ആൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ട്രംപ് ഉണ്ടാവുക എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് മസ്ക് അതിൽ നിന്ന് വിവേക് രാമസ്വാമി ഉണ്ടാവും എന്ന് പറഞ്ഞു. വിവേക് രാമസ്വാമി ഒഹായോ ഗവർണറായിട്ട് മത്സരിക്കുകയാണ്. പക്ഷേ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ വലിയ ഒരു പൊസിഷൻ, ഇനി ഭാവിയിൽ ഒരു പ്രസിഡന്റ് ആകാവുന്ന വിധത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് മസ്ക് വന്നിരിക്കുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് കുറേ എന്തുകൊണ്ട് ബ്രീഫ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, പെൻറ്റഗൺ ഒരു മാത്രമല്ല, പ്രസിഡന്റ് അല്ലാത്ത ഒരാളെ അതീവ രഹസ്യമായ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളത് അതൊരു വലിയ സംഭവമാണല്ലോ. അതെ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മസ്കിന് ട്രംപ് കഴിഞ്ഞാൽ വരുന്ന പ്രാധാന്യത്തിനെ പറ്റി ധാരാളം അതിൻ്റെ അകത്ത് വിശദീകരിക്കുന്നുണ്ട്. ആ DOGE എന്നുള്ള ചുമതലയുടെ അപ്പുറത്തേക്ക് മസ്ക് വളർന്നിരിക്കുന്നു. അതാണ് ഈ ബ്രീഫിംഗ്. ഇന്ന് വെള്ളിയാഴ്ച മസ്ക് പെൻറ്റഗണിലേക്ക് ചെല്ലും. പെൻറ്റഗണിലേക്ക് വലിയ തോതിൽ സ്വാഗതം ചെയ്യാനായിട്ട് എല്ലാവരും റെഡിയാണ്. അവിടെ പ്രതിരോധ സെക്രട്ടറിയൊക്കെ റെഡിയാണ്, ജനറൽമാർ. എന്നിട്ട് അവർ ഒരു 20-30 സ്ലൈഡുകൾ ചൈനയുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് പറയുന്ന 20-30 സ്ലൈഡുകൾ കാണിച്ചുകൊണ്ട് വിശദീകരിക്കും എന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. മസ്കിനോട് വിശദീകരിക്കും. അപ്പോൾ ഇത് വിശദീകരിക്കുന്നത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, പിന്നെ മുതിർന്ന ജനറൽമാർ, ഉയർന്ന ജനറൽമാർ. അപ്പോൾ പീറ്റർ ഹെക്സത്ത് തന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് മസ്കിനെ പെൻറ്റഗണിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പെൻറ്റഗൺ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ഔപചാരികമായ ഒരു റോൾ പ്രതിരോധ വകുപ്പിൽ മസ്കിനില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ക്ഷണിച്ച് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി വശങ്ങൾ, പട്ടാള വശം, സുരക്ഷാ വശങ്ങൾ, സൈനിക വശങ്ങൾ, ഇതൊക്കെ ബ്രീഫ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പേസ് എക്സ് ഒരുപാട് പണി പട്ടാളത്തിന് വേണ്ടി അവിടെ ചെയ്യുന്നുണ്ട്. പ്രതിരോധ കരാറുകൾ ഒരുപാട് സ്പേസ് എക്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പേസ് എക്സിൻ്റെ സഹായം ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലും ഉണ്ടല്ലോ. അതെ, മറ്റേ ഇൻ്റർനെറ്റൊക്കെ മസ്കിൻ്റെയാണ്. അപ്പോൾ സ്പേസ് എക്സിൻ്റെയും ധാരാളം സഹായം. ഇനി ആകാശ യുദ്ധമൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. അതെ, ചിലപ്പോൾ ആ ഒരു ആംഗിളും കൂടി ഇതിൻ്റെ അകത്ത് കാണും എന്നാണ് കരുതേണ്ടത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സ്പേസ് എക്സ് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്പേസ് എക്സ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ തന്നെ ഒരു കൈ ആയി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മസ്ക് പെൻറ്റഗണിൽ പോകുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെൻറ്റഗൺ വക്താവ് സീൻ പറേൽ അത് വാസ്തവമാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ദീർഘകാലം മസ്കിന് ഈ പെൻറ്റഗണിലൊന്നും പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ബൈഡൻ്റെ കാലത്തൊന്നും അങ്ങോട്ട് കയറ്റില്ലായിരുന്നു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞിരുന്നത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കും, അയാൾ ഡ്രഗ് അഡിക്റ്റാണ്. പിന്നെ ചൈനയുമായിട്ട് അയാൾക്ക് ആഴമുള്ള ബന്ധങ്ങളുണ്ട്, ചൈനയിൽ കച്ചവട താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒക്കെ പ്രതിരോധ വകുപ്പിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നതാണ് മസ്കിന്. അങ്ങോട്ടാണ് ഇപ്പോൾ പ്രവേശനം കിട്ടിയിരുന്നത്. അപ്പോൾ ഈ 20-30 സ്ലൈഡുകളിൽ എങ്ങനെയാണ് തുടങ്ങുക, അമേരിക്കയുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ടൈം ലിങ്കുകൾ, ആക്രമണം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ സ്ലൈഡുകളിൽ പറയുന്നുണ്ട്
എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹെക്സെത്ത് പ്രതിരോധ സെക്രട്ടറി, പിന്നെ സംയുക്ത സേന ആക്ടിംഗ് മേധാവി അഡ്മിറൽ ക്രിസ്റ്റഫർ ഡബ്ല്യു ഗ്രാഡി, പിന്നെ ഇൻഡോ പസഫിക് കമാൻഡർ അഡ്മിറൽ സാമുവൽ ജെ പാപ്പറോ, ഇവരൊക്കെ ഈ ബ്രീഫിങ്ങിൽ പങ്കെടുക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. ചൈനയും അമേരിക്കയും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊരു കാരണം വേണ്ടേ? അതെ, എന്തായിരിക്കും കാരണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ കാരണങ്ങളായിട്ട് വരിക. ഒന്ന് തായ്വാൻ. ചൈനയുടെ പ്രവിശ്യയാണ് എന്ന് അവകാശപ്പെടാറുണ്ട്. തായ്വാനെ സ്വതന്ത്രമായിട്ടാണ് ബാക്കി രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ കരുതുന്നത്. ചൈന ഇടയ്ക്കിടയ്ക്ക് തായ്വാനെതിരെ മുഷ്ടി ചുരുട്ടുക മാത്രമല്ല ആയുധം പ്രയോഗിക്കാനും ഒക്കെ അതെ ചിലപ്പോഴൊക്കെ തയ്യാറാവാറുണ്ട്. 2 കൊല്ലം മുമ്പ് നാൻസി പെലോസി സ്പീക്കർ തായ്വാനിൽ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. കുറച്ചൊരു ക്രൈസിസ് ഉണ്ടായി വരുന്നു എന്ന് തോന്നുമ്പോൾ പിന്നെ പാർട്ടി കോൺഗ്രസ് 2 കൊല്ലം മുമ്പ് നടന്നപ്പോൾ അതിലും തായ്വാൻ നമ്മുടെ പ്രവിശ്യയാണ് എന്ന് ഷീ വായിച്ച രേഖയിൽ ഞാൻ കണ്ടിരുന്നു. തായ്വാൻ ഒരിക്കലും അവർ വിട്ടുകൊടുക്കില്ല. തായ്വാൻ പക്ഷെ സ്വതന്ത്ര രാജ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയും തായ്വാനെ കാണുന്നത് അങ്ങനെയാണ്. കാരണം തായ്വാനിൽ നിന്നുള്ള സെമി കണ്ടക്ടർ കമ്പനികളൊക്കെ ബംഗളൂരിലൊക്കെ ഉണ്ട്. നമ്മളൊരാൾക്ക് പത്മഭൂഷണം കൊടുത്തിട്ടുണ്ട് ഒരു തായ്വാൻ കമ്പനി ഉടമയ്ക്ക്. അപ്പോൾ രണ്ടാമത്തത് ഈ സൗത്ത് ചൈന സീ, ഫിലിപ്പൈൻസിനെതിരെ കുറേ സന്നാഹങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ചൈന സീയിൽ ഈ ചൈനയുടെ സാന്നിധ്യം, നാവിക സാന്നിധ്യം ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ സാന്നിധ്യം കൂടി വരുന്നുണ്ട്. സൗത്ത് ചൈന സീയിലെ ചില ദ്വീപുകൾ ഫിലിപ്പൈൻസിൻ്റെതാണെന്നും ചൈനയുടേതാണെന്നും അവകാശപ്പെടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് സംഘർഷം വരുന്ന ഒരു സ്ഥലമാണ് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്ന ദ്വീപപ്രദേശം. അവിടെ ഒരു 25 കൊല്ലം മുമ്പ് ഫിലിപ്പൈൻസ് അവരുടേതാകുന്ന അവകാശവാദത്തിന് വേണ്ടി ഒരു പഴയ കപ്പൽ കൊണ്ടുപോയി അവിടെ ആ ദ്വീപിൽ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണെന്നൊക്കെ അവകാശപ്പെടാവുന്ന വിധത്തിൽ ഒരു കപ്പൽ കൊണ്ടുപോയി അവിടെ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഈ വർഷം സൗത്ത് ചൈന സീയിൽ 2 കപ്പലുകൾ ചൈനയുടെ ഫിലിപ്പൈൻസിൻ്റെ ഒക്കെ ഇടിച്ചു. ഒരു ഫിലിപ്പീനോ നാവികൻ്റെ തള്ളവിരലിന് പരിക്ക് പറ്റിയൊക്കെ ഉണ്ടായി. അവിടെ എപ്പോഴും സൗത്ത് ചൈന സീയിൽ ഈ ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭൂമി, ലാൻഡ് അല്ലേ, കപ്പലുകൾ, വിമാനം ഫിലിപ്പൈൻസിൻ്റെ ഇതൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് സൈനിക സഹായം നൽകാം എന്നൊരു ഉടമ്പടി ഫിലിപ്പൈൻസുമായിട്ട് അമേരിക്ക ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസ് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അപ്പോൾ ഫിലിപ്പൈൻസിനെ എപ്പോൾ വേണമെങ്കിലും സഹായിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ക്വാഡിൽ അംഗമാകണമെന്ന് ഫിലിപ്പൈൻസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് വായിച്ചിരുന്നില്ല. ക്വാഡ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ഫിലിപ്പൈൻസിൻ്റെ സഖ്യത്തിൽ ഇന്ത്യ വരണം എന്നുള്ള താല്പര്യം. പിന്നെ ഫോറിൻ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നയതന്ത്രജ്ഞരൊക്കെ വായിക്കുന്ന ഒരു ഓൺലൈൻ ഉണ്ട്. അതിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ചൈന സീയിൽ അമേരിക്കൻ കപ്പലുകളെ ചൈന ആക്രമിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ അവർ സർവേ നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെയും ചർച്ച നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച്. ജൂലൈയിലൊരു സർവേ നടന്നു. സൗത്ത് ചൈന സീയിൽ അമേരിക്കൻ കപ്പലുകളെ, അമേരിക്ക ആദ്യം അങ്ങോട്ട് ആക്രമിക്കുകയല്ല, ഫിലിപ്പൈൻസിന് ഒരു ഭീഷണി ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ അമേരിക്കൻ വിമാനവാഹിനിയെ ചൈന ആക്രമിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ജൂലൈയിൽ സർവേ ഫോറിൻ അഫയേഴ്സ് എന്ന് പറഞ്ഞ ഓൺലൈൻ നടത്തിയിരുന്നു. അപ്പോൾ ചൈനയ്ക്കെതിരെ അമേരിക്ക നടത്തുന്ന ഏത് ആക്രമണത്തിനെയും തുണയ്ക്കും എന്ന് പറഞ്ഞു. പട്ടാളക്കാർ മരിച്ചാലും വേണ്ടില്ല എന്നും ജനം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ പോസിറ്റീവ്. സൗത്ത് ചൈന സീ ഉണ്ടല്ലോ ഈ പറയുന്നത്, ഇത് തായ്വാനെയും ചുറ്റുന്നുണ്ട്.
അപ്പോൾ തായ്വാനും ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1/3 ആഗോള കപ്പൽ ഗതാഗതം പോകുന്നത് സൗത്ത് ചൈന സീ കൂടിയാണ്. ചൈനയും ചൈനയുടെ കപ്പലുകളും അമേരിക്കയുടെ കപ്പലുകളും അവിടെ പട്രോൾ നടത്തുന്നുണ്ട് സൗത്ത് ചൈന സീയിൽ. യൂറോപ്പിലല്ലിപ്പോൾ അമേരിക്കയുടെ ശ്രദ്ധ സൗത്ത് ചൈന സീയിലാണ്. ചൈനയുടെ ഭീഷണിയാണിപ്പോൾ. അതാണ് ഈ നാറ്റോയിലൊന്നും ശ്രദ്ധിക്കാതെ യൂറോപ്പിൻ്റെ പണിയെടുക്കണം, ഞങ്ങളുടെ പൈസ കിട്ടില്ല എന്നൊക്കെ ട്രംപ് പറയുന്നത്. ചൈനീസ് ഭീഷണിയാണ് ഇനി പ്രധാനം എന്നാണ് അമേരിക്ക കരുതുന്നത്. സൗത്ത് ചൈന സീയിലാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ചൈന ഏതെങ്കിലും അമേരിക്കൻ അന്തർവാഹിനിയെ ലക്ഷ്യം വയ്ക്കാം എന്നൊക്കെ അമേരിക്ക കരുതുന്നു. 1956 സോവിയറ്റ് ഇൻവേഷൻ ഈ ഹംഗറിയിൽ നടത്തിയല്ലോ, ഹംഗറിയിലെ അധിനിവേശം, 1971 ബംഗ്ലാദേശ് യുദ്ധം, പിന്നെ 1995 റുവാണ്ട വംശഹത്യ. ഇങ്ങനെ ഒന്നിലും പോയി അമേരിക്ക ഇടപെടാറില്ല. പക്ഷേ ഈ ഫിലിപ്പൈൻസിൻ്റെ കാര്യത്തിൽ ഇടപെടും, അത് ഉറപ്പാണ്. അവിടെ എന്തെങ്കിലും സിറിയയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെട്ടില്ലല്ലോ. IS-നെതിരെ ചില ആക്രമണങ്ങൾ നടത്തി എന്നല്ലാതെ ഇടപെട്ടില്ല. അപ്പോൾ ചൈന ആക്രമിച്ചാൽ മാത്രം ആണ് ഇടപെടുക എന്നുള്ളത് ഉറപ്പാണ്. 2 മാണവ രാജ്യങ്ങളിലാണ്. 1950കളിൽ തായ്വാൻ സ്ട്രൈറ്റ്സിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. മാവോ അപ്പോഴും പറഞ്ഞു അമേരിക്കൻ സേനയെ നമ്മൾ ആക്രമിക്കണ്ട എന്ന് പറഞ്ഞു. 1999 അമേരിക്ക ഈ ആകസ്മികമായിട്ട് ഈ ചൈനയുടെ എംബസി ബെൽഗ്രേഡിൽ ബോംബ് ആക്രമണം നടത്തി, ചൈനയുടെ എംബസിയിൽ. അപ്പോഴും വലിയ റിട്ടാലിയേഷനൊന്നും ഉണ്ടായില്ല, പ്രത്യാഘാതമൊന്നും ഉണ്ടായില്ല. 2001 ആകാശത്ത് അമേരിക്കയുടെ വിമാനവും ചൈനയുടെ വിമാനവും തമ്മിൽ ഒരു കൊളിഷൻ ഉണ്ടായിരുന്നു, കൂട്ടിമുട്ടി. ഒരു ചൈന ഫൈറ്റർ പൈലറ്റിനെ അമേരിക്ക, ഒരു ചൈനയുടെ യുദ്ധ വൈമാനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോഴും അത് വലിയ പ്രതിസന്ധിയൊന്നുമായി രൂപപ്പെട്ടില്ല. തായ്വാനു എതിരെ കൂടുതലും സൈബർ ആക്രമണങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആയുധമൊന്നും പ്രയോഗിക്കുന്നില്ല. പിന്നെ ഫിലിപ്പൈൻ കപ്പലുകൾക്കെതിരെ ലേസർ ആക്രമണങ്ങൾ, പിന്നെ ഈ ജലപീരങ്കിയൊക്കെ പോലെ വാട്ടർ കാനനുകൾ, അതൊക്കെ വെച്ചാണ് ആക്രമണം നടത്തുന്നത്. മിസൈൽ ആക്രമണങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല, രൂക്ഷമായിട്ടില്ല. ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രബന്ധങ്ങൾ നോക്കിയാലും ആക്രമണ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഞാൻ നോക്കി, സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ മൊത്തം GDP 15 മുതൽ 20% വരെ സംഭാവന നൽകുന്നത് അമേരിക്കയും ചൈനയുമാണ്. 2 രാജ്യങ്ങൾക്കും ആ ബോധ്യം കാണും. പക്ഷേ റഷ്യ, നോർത്ത് കൊറിയ, ഇറാൻ, ചൈന ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. അത് ഭീഷണിയായിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ട് സൗത്ത് ചൈന സീ ഒരു സംഘർഷ മേഖലയാണ്. 1979 ശേഷം ചൈന ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 മേഖലകളുണ്ട് എന്ന് അമേരിക്ക കരുതുന്നു. അതാണ് മസ്കിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു മസ്കിനെ ബ്രീഫ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.